ഹായ് എവരിവൺ, എംപ്ലോയബിലിറ്റി സ്കിൽസിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കിന്നിവിടെ ഓൺട്രപ്രന്യൂർഷിപ്പ് ആണ് പഠിക്കേണ്ടത്. ഓൺട്രപ്രന്യൂർഷിപ്പ് ശ്രദ്ധിക്കുക, സ്പെല്ലിംഗ് ENTRE ആണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിലും നമ്മൾ ഇതിനെ പറയുന്നത് ഓൺട്രപ്രന്യൂർഷിപ്പ് എന്നാണ്. എന്ന് വെച്ചാൽ മലയാളത്തിൽ സംരംഭകത്വം, അത്രയേ ഉള്ളൂ. നമ്മളൊരു ബിസിനസ് തുടങ്ങുന്നതിനെ അല്ലെങ്കിൽ നമ്മളൊരു പുതിയ സ്ഥാപനം തുടങ്ങുന്നതിനെ, നമ്മൾ പുതിയതായിട്ട് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി പ്രോഫിറ്റിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ഒരു സംരംഭം എന്ന്. ഓക്കെ, അത് ചെയ്യുന്ന ആക്ടിവിറ്റിയാണ് നമ്മൾ ചുരുക്കത്തിൽ ഓൺട്രപ്രന്യൂർഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ്? ഇറ്റ് ഇസ് ദ ആക്ട് ഓഫ് ക്രിയേറ്റിംഗ് എ ബിസിനസ് ടു ജനറേറ്റ് എ പ്രോഫിറ്റ്. ഇത്രയേ ഉള്ളൂ. ഇനി രണ്ടാമത്തെ അറിയേണ്ടതാണ് ഓൺട്രപ്രന്യൂർ. ഓൺട്രപ്രന്യൂർ എന്ന് വെച്ചാൽ ഇത് ചെയ്യുന്ന ആൾ, ഈ ഒരു ഐഡിയ മനസ്സിൽ കൊണ്ടുവന്ന് ക്രിയേറ്റ് ചെയ്ത് ബിസിനസ്സിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ആളെയാണ് ഓൺട്രപ്രന്യൂർ എന്ന് നമ്മൾ പറയുന്നത്. അടുത്ത ആണ് എന്റർപ്രൈസ്. എന്റർപ്രൈസ് എന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ എന്റർപ്രൈസ് എന്നാണ് വിളിക്കുന്നത്. എന്റർപ്രൈസ് എന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ആ ഒരു സംരംഭത്തെ നമ്മൾ വിളിക്കുന്നതാണ് എന്റർപ്രൈസ് എന്ന്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു പുതിയ ചോക്ലേറ്റ് മാർക്കറ്റിൽ ഇറക്കാൻ പോകുന്നു എന്ന് വിചാരിക്കുക. ആ ഒരു പുതിയ ചോക്ലേറ്റ് ഇറക്കുന്ന ആ പ്രോസസ്സിനെ ഓൺട്രപ്രന്യൂർഷിപ്പ് എന്നും, അത് ഇറക്കാനായിട്ട് പുറപ്പെടുന്ന ആ ആളെ, അല്ലെങ്കിൽ ഒരാളോ ഒന്നോ രണ്ടോ ആൾക്കാരെ ആണെങ്കിൽ അവരെ നമ്മൾ ഓൺട്രപ്രന്യൂർസ് എന്നും വിളിക്കും. ആ സ്ഥാപനം, ആ ഫാക്ടറിയെ, ആ ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന ആ ഫാക്ടറിയും അതിൽ ഉൾപ്പെട്ട വർക്കേഴ്സും എല്ലാവരെയും കൂടെ ചേരുന്നതിനെ നമ്മൾ എന്റർപ്രൈസ് എന്ന് വിളിക്കും. ഇത് ക്ലിയർ ആണെന്ന് വിശ്വസിച്ചുകൊണ്ട് അടുത്തതിലേക്ക് ഞാൻ പോകുന്നു. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് അറിയേണ്ടത് ഓൺട്രപ്രന്യൂർഷിപ്പ് രണ്ട് തരത്തിലുണ്ട്. ഓക്കെ, ഒന്ന് ചെറിയ ഓൺട്രപ്രന്യൂർഷിപ്പ്, MSME എന്ന് നമ്മൾ വിളിക്കും. രണ്ടാമത്തേത് വലുത്, ഗ്ലോബൽ എന്ന് വിളിക്കും. ഈ ഗ്ലോബൽ ഓൺട്രപ്രന്യൂർഷിപ്പ് ഇന്നോവേഷൻ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും. ഇന്നോവേഷൻ ആയിരിക്കും അതിന്റെ ബേസ്. എന്താണെന്ന് പറയാം. MSME എന്ന് പറഞ്ഞാൽ മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസ് ആണ് MSME എന്ന് വെച്ചാൽ നമ്മൾ തുടങ്ങുന്ന ആ സംരംഭം ലെസ് ദാൻ 10 lakhsൽ, അതിന്റെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് ലെസ് ദാൻ 10 lakhs, 10 ലക്ഷം രൂപയിൽ കുറവാണ് അതിന്റെ ഇൻവെസ്റ്റ്മെന്റ് എങ്കിൽ അതിനെ നമ്മൾ മൈക്രോ എന്റർപ്രൈസ് എന്ന് വിളിക്കും. ഇനി 10 ലക്ഷത്തിന്റെയും 20 ലക്ഷത്തിന്റെയും ഇടയ്ക്കാണ് വരുന്നതെങ്കിൽ നമ്മൾ 10 ലക്ഷത്തിന്റെയും 2 ക്രോർസിന്റെയും 2 കോടി, ഓക്കെ, 2 ക്രോർസിന്റെയും ഇടയിലാണ് വരുന്നതെങ്കിൽ അതിനെ നമ്മൾ സ്മോൾ എന്ന് വിളിക്കും. ആൻഡ് 2 ക്രോർസിന്റെയും 5 ക്രോർസിന്റെയും ഇടയിലാണ് വരുന്നതെങ്കിൽ അതിനെ നമ്മൾ മീഡിയം എന്റർപ്രൈസ് എന്ന് വിളിക്കും. ഇനി ഇതിൽ കൂടുതൽ വരുന്ന ഇൻവെസ്റ്റ്മെന്റിനെയൊക്കെ, അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വരുന്ന എന്റർപ്രൈസസിനെയൊക്കെ നമ്മൾ ലാർജ് സ്കെയിൽ എന്റർപ്രൈസ് എന്ന് വിളിക്കും. ഓക്കെ, ഇനി ഗ്ലോബൽ അല്ലെങ്കിൽ ഇന്നോവേഷൻ ബേസ്ഡ് ഓൺട്രപ്രന്യൂർഷിപ്പ് എന്തെന്ന് വെച്ചാൽ ഇതൊരു ഒരു ഡിസ്റപ്റ്റീവ് ചേഞ്ച് ആയിരിക്കും മാർക്കറ്റിൽ കൊണ്ടുവരുന്നത്. ഡിസ്റപ്റ്റീവ് ചേഞ്ച് എന്ന് വെച്ചാൽ പുതിയ ടെക്നോളജി, അല്ലെങ്കിൽ ഇത് മാർക്കറ്റിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ എല്ലാ കസ്റ്റമേഴ്സും ഇതിനെ വാങ്ങിക്കും. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പിൾ പ്രോഡക്ട്സ്, ഐഫോൺ, മാക്കിൻടോഷ്, ഇത്തരത്തിലുള്ള പ്രോഡക്ട്സ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും. ഈ ടൈപ്പ് ഓഫ് പ്രോഡക്ട്സ് ഡിസ്റപ്റ്റീവ് പ്രോഡക്ട്സ് ആണ്. ഇത് ഇറക്കുമ്പോൾ അത് ലോകത്താകമാനമുള്ള എല്ലാവരും വാങ്ങുന്ന ടൈപ്പ് ഓഫ് പ്രോഡക്ട്സ് ആണ്. വേറൊരു എക്സാമ്പിൾ പറയാം, ആമസോൺ എന്ന് പറയുന്ന ഒരു ഇ-കോമേഴ്സ് വെബ്സൈറ്റ് ആണ്. നമ്മൾ എല്ലാവരും, ഇത് ഒരു രാജ്യമെന്നില്ല, ഇന്ത്യ എന്നില്ല, US എന്നില്ല, UK എന്നില്ല, ഏതൊരു രാജ്യക്കാരാണെങ്കിലും ആമസോണിൽ പോയിട്ട് അവർ വാങ്ങിക്കും. അപ്പൊ ആ ഒരു ഐഡിയ അയാൾ കൊണ്ടുവന്ന, ജെഫ് ബെസോസ് എന്ന് പറയുന്ന ഒരു ഓൺട്രപ്രന്യൂർ ആണ് അത് അവതരിപ്പിച്ചത്. അപ്പൊ അയാൾ കൊണ്ടുവന്ന ആ ഐഡിയക്ക് പറയുന്നതാണ് ഇന്നോവേറ്റീവ് അല്ലെങ്കിൽ ഡിസ്റപ്റ്റീവ് ചേഞ്ച്. ആ ചേഞ്ചിനെ നമ്മൾ ഗ്ലോബൽ ഓൺട്രപ്രന്യൂർഷിപ്പ് എന്ന് വിളിക്കും.
ഇത്തരത്തിലുള്ള ഈ MSMEs ആണ് നമ്മൾ സാധാരണയായി നമ്മുടെ നാട്ടിൽ കാണുന്ന ചെറുകിട വ്യവസായങ്ങൾ. അതായത് ഇപ്പോൾ ഒരു ആൾ വീട്ടിലൊരു പുതിയ സംരംഭം സ്റ്റാർട്ട് ചെയ്യുന്നു, മേ ബി പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിനെ നമുക്കൊരു MSME ആയിട്ട് വേണമെങ്കിൽ ചിത്രീകരിക്കാൻ പറ്റും. ഇനി അതല്ല, ഒരു ചെറിയ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്, ചെറിയ ചെറിയ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ ഫാക്ടറീസ്, അതിനെയൊക്കെ നമ്മൾ MSMEs ആയിട്ട് കണക്കാക്കാറുണ്ട്. ഈ MSMEസിന്റെ ഇമ്പാക്ട് ഓൺലി ഇൻ ദ ലോക്കൽ മാർക്കറ്റ് ആണ്. അതായത് നമ്മുടെ ഇപ്പോൾ ഉള്ള അടുത്തുള്ള സ്ഥലങ്ങൾ, ഒന്നെങ്കിൽ നമ്മുടെ ഒരു പഞ്ചായത്ത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ടൗൺ, അല്ലെങ്കിൽ ഒരു കോർപ്പറേഷൻ, അല്ലെങ്കിൽ ഏറിപ്പോയാൽ നമ്മുടെ ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ രാജ്യം, ഇത്രയും മാത്രമേ MSMEസിൽ ഇമ്പാക്ട് ഉണ്ടാവാറുള്ളൂ. അത് MSME ഉണ്ടാക്കി കഴിഞ്ഞ് വേണമെങ്കിൽ നമുക്ക് ഗ്ലോബൽ തലത്തിലും പോകാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ വ്യത്യാസം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ്? എന്തിനാണ് നമ്മൾ ഓൺട്രപ്രന്യൂർഷിപ്പ് പഠിക്കുന്നത്? വിദ്യാർത്ഥികളായ നിങ്ങൾ എന്തിനാണ് ഓൺട്രപ്രന്യൂർഷിപ്പ് പഠിക്കുന്നത്? അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? അഡ്വാൻറ്റേജസ്, ഒന്നാമത്തെ അഡ്വാൻറ്റേജ് നമ്മുടെ പാഷൻ. അതായത് ഒരാൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആ പാഷൻ നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റും. അയാൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് ചെറുപ്പത്തിൽ തൊട്ടേ ആഗ്രഹമുള്ള ഒരു കുട്ടിയാണ് എങ്കിൽ അയാളുടെ പാഷൻ പ്രോത്സാഹിപ്പിക്കുക, അതാണ് ഒന്നാമത്തെ അഡ്വാൻറ്റേജ്. ഓക്കെ, പാഷൻ. രണ്ടാമത്തെ, ഇനോർമസ് ഫിനാൻഷ്യൽ ഗെയിൻ. ഇത് സക്സസ് ആവുകയാണെങ്കിൽ, ഇതിനൊരു മറുവശം കൂടെ ഉണ്ട് എങ്കിലും, ഇതിന്റെ ഇനോർമസ് ഫിനാൻഷ്യൽ ഗെയിൻ. ഓക്കെ, ഫിനാൻഷ്യൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ സമ്പാദിക്കുന്ന കാശ്. ഇനി കൂടുതൽ ജോബ് സാറ്റിസ്ഫാക്ഷൻ, ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ പാഷൻ, അല്ലെ? ജോബ് സാറ്റിസ്ഫാക്ഷൻ, നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയെ കുറിച്ച് നമുക്കുള്ള ഒരു സംതൃപ്തിക്കാണ് നമ്മൾ ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതൊക്കെ നമുക്ക് ഇൻഡിവിജ്വലി ഉണ്ടാകുന്ന ഗെയിൻസ് ആണ്. ഒരു ഒരു ഓൺട്രപ്രന്യർ അയാൾ ചെയ്യുമ്പോൾ അയാൾക്ക് ഉണ്ടാകുന്ന ഗെയിൻ ആണ് ഈ പാഷൻ, ഫിനാൻഷ്യൽ ഗെയിൻ, ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്നിവയൊക്കെ. എന്നാൽ ഇത് കാരണം മറ്റുള്ളവർക്ക് കൂടി ഉപകാരം ഉണ്ടാവുന്നുണ്ട്. ഇത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. എന്തൊക്കെയാണ് മറ്റുള്ളവർക്ക് ഉണ്ടാക്കുന്ന അഡ്വാൻറ്റേജസ് ബിക്കോസ് ഓഫ് എൻ ഓൺട്രപ്രന്യൂർ? എന്തൊക്കെയാണ് അവർക്കുണ്ടാകുന്ന അഡ്വാൻറ്റേജസ്? അതില് മേജർ ആയിട്ടുള്ളതാണ് ജനറേഷൻ ഓഫ് എംപ്ലോയ്മെന്റ്. എന്താണ് ജനറേഷൻ ഓഫ് എംപ്ലോയ്മെന്റ്? അതായത് ഞാനൊരു ഫാക്ടറി സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് കരുതുക. എന്റെ ആ ഫാക്ടറി റൺ ചെയ്യാനായിട്ട് എനിക്ക് 10 എംപ്ലോയീസിനെ ആവശ്യമുണ്ട് എങ്കിൽ ഞാൻ 10 പേരെ സാമ്പത്തികമായി അവിടെ സഹായിക്കുകയാണ്, അവർക്ക് ഞാൻ ജോബ് കൊടുക്കുകയാണ്. അൺഎംപ്ലോയ്മെന്റ് ഉള്ള രാജ്യങ്ങളെ രക്ഷിക്കാനുള്ള ഒരു പ്രവർത്തനം കൂടിയാണ് അവിടെ ചെയ്യുന്നത്. അടുത്തത്, ഇങ്ങനെ നമ്മൾ എംപ്ലോയ്മെന്റ് കൊടുക്കുമ്പോൾ അവിടെ ഇറ്റ് റെഡ്യൂസസ് ദ കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത്. കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് എന്ന് വെച്ചാൽ ധനികരായിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്നും ഉള്ള പൈസ എടുത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പാവപ്പെട്ടവർക്ക് കൊടുക്കാനുള്ള ഒരു ഓപ്ഷനാണ് ഈ ഓൺട്രപ്രന്യൂർഷിപ്പ് കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്നത്. അവിടെ എങ്ങനെയെന്ന് വെച്ചാൽ, ഒരു എക്സാമ്പിൾ, ഒരു ടെക്സ്റ്റൈൽ ഫാക്ടറി തന്നെ എടുക്കും. അപ്പോൾ ഇതിന് വാങ്ങുന്ന കസ്റ്റമേഴ്സ് കൂടുതലും ധനികരാവാനാണ് ചാൻസ്. അപ്പോൾ ഈ ധനികർ വാങ്ങുന്ന സാധനങ്ങളിൽ നിന്നും കിട്ടുന്ന ലാഭമാണ് നമ്മൾ എടുത്തിട്ട് ഈ പാവപ്പെട്ട എംപ്ലോയീസിന് കൊടുക്കുന്നത്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവിടെയുള്ള ക്യാഷ് ഇവിടേക്ക് റീഡിസ്ട്രിബ്യൂട്ട് ആയി പോകും. അപ്പോൾ എല്ലാവർക്കും ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടാകുന്നു. പിന്നെ രാജ്യത്തിന്റെ പ്രോസ്പെരിറ്റി, ഒരു രാജ്യത്തിന്റെ അഭിവൃദ്ധി, അതിനു വേണ്ടിയിട്ട് ഓൺട്രപ്രന്യൂർഷിപ്പ് വളരെയധികം സഹായിക്കുന്നു. കാരണം ഇതേപോലെയുള്ള ഇൻഡസ്ട്രീസും പുതിയ പുതിയ ഇന്നോവേഷൻസും സ്മോൾ സെക്ടർ ഇന്നോവേഷൻസും ഒക്കെ വന്നെങ്കിൽ മാത്രമേ രാജ്യത്തിന് അഭിവൃദ്ധി ഉണ്ടാവുകയുള്ളൂ. പിന്നെ ഒരു രാജ്യത്തിന്റെ ആത്മനിർഭരത, അതായത് ഒരു രാജ്യത്തിന്റെ സെൽഫ് സസ്റ്റെയിൻ ചെയ്യാനുള്ള ഓപ്ഷൻ കൂട്ടണമെങ്കിൽ കൂടുതൽ ബിസിനസ്സസ് വരണം. ആ ബിസിനസ്സസ് ഇതിൽ കൂടുതൽ പങ്കാളികളാവണം, ജനങ്ങളുടെ അഭിവൃദ്ധിയിലേക്ക് അത് നയിക്കണം. ഓക്കെ, ആൻഡ് ഫൈനലി ഇൻക്രീസ് ഇൻ ദ പെർ ക്യാപിറ്റ ഇൻകം ഓഫ് ദ കൺട്രി. അതായത് ഓരോ ആൾക്കാരെയും സഹായിക്കുന്നതനുസരിച്ച് അവരുടെ ഇൻകം കൂടുന്നു, കൺട്രിയുടെ ആദായം കൂടുന്നു. കൺട്രിയുടെ പെർ ക്യാപിറ്റ ഇൻകം, അതായത് ഒരു പെർ ഇൻഡിവിജ്വലിനുള്ള ഇൻകത്തിന്റെ ഒരു മെഷർമെന്റ് ആണ് പെർ ക്യാപിറ്റ ഇൻകം. അത് ഇൻക്രീസ് ചെയ്യുന്നതോടുകൂടി രാജ്യത്തിനെ അഭിവൃദ്ധിയിലേക്ക് നമ്മൾ നയിക്കും. ഓക്കെ, ഇനി
ഒരു ഡിഫറൻസ് ബിറ്റ്വീൻ ആൻ ഓൺട്രപ്രന്യൂർ ആൻഡ് എ മാനേജർ അതൊന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. എന്താണ് ഒരു ഓൺട്രപ്രന്യൂർ ആൻഡ് എ മാനേജർ തമ്മിലുള്ള വ്യത്യാസം? ഓക്കെ, ഓൺട്രപ്രന്യൂർ എന്ന് പറഞ്ഞ ഒരാൾക്ക് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇസ് ഹിസ് പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ. അയാൾക്ക് ഇഷ്ടമുള്ള ഒരു ബിസിനസ് ആണ് ചെയ്യുന്നത്, അതിനെ നമ്മൾ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ എന്ന് വിളിക്കുന്നു, പേഴ്സണൽ ഗ്രാറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ എന്ന് വിളിക്കുന്നു. ഓക്കെ, വേറെ ഒരു മാനേജർ എപ്പോഴും മറ്റുള്ള ഒരാൾ പറയുന്ന ജോലി ആയിരിക്കും ചെയ്യേണ്ടത്. അയാൾക്ക് അയാളുടെ ഒരു മുതലാളി ഉണ്ടായിരിക്കും, അയാളുടെ ഒരു ബോസ് ഉണ്ടായിരിക്കും. ആക്ട്സ് അക്കോർഡിംഗ് ടു ദി ബോസിന്റെ വിഷ് പോലെയാണ് മാനേജർ എപ്പോഴും ചെയ്യുന്നത്. രണ്ടാമത്തെ, ഒരു ഓൺട്രപ്രന്യൂർ എപ്പോഴും റിസ്ക് എടുക്കാൻ റെഡി ആയിരിക്കണം. ഓക്കെ, ഹൈ റിസ്ക് ആയിരിക്കണം ഇവർ എടുക്കുന്നത്. ഹൈ റിസ്ക് എന്ന് ഞാൻ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചു. ഒരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഹൈ ഫിനാൻഷ്യൽ ഗെയിൻ എന്ന് പറഞ്ഞു, അതിനൊരു മറുവശം ഉണ്ടെന്ന് പറഞ്ഞു. ആ മറുവശം എന്ന് പറയുന്നതാണ് ഇതിലെ ഹൈ റിസ്ക്. അതായത് നമ്മളൊരു ഫിനാൻസ് ഒക്കെ ഉണ്ടാക്കി നമ്മുടെ കയ്യിലുള്ള പൈസയൊക്കെ മുടക്കി ഒരു പുതിയ സംരംഭം തുടങ്ങിയാൽ അത് നന്നാവാനും അത് നശിച്ചു പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഹൈ റിസ്ക് ടേക്കിംഗ് ജോബാണ്. ഇതിന് കേപ്പബിലിറ്റി ഉള്ളവർ മാത്രമേ ഓൺട്രപ്രന്യൂർഷിപ്പിന് ഇറങ്ങാൻ പാടുള്ളൂ. എന്നാൽ ഇവർക്കാണെങ്കിൽ ലോ റിസ്ക് ആണ്. ഇവർക്ക് റിസ്ക് എന്ന് പറയുന്നതേ ഇല്ല. കാരണം എന്താണ്, ഇവർക്കൊരു ജോലിയിൽ പ്രവേശിക്കുന്നു, ആ ബോസ് അല്ലെങ്കിൽ ആ കമ്പനി ഇവർക്ക് ശമ്പളം കൊടുക്കണം, ആ ശമ്പളം ഇവർക്ക് എന്തായാലും കിട്ടിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്, ഇവർക്ക് റിസ്ക് ഇല്ല എന്ന് പറയുന്നത്. ഇനി തേർഡ് വൺ, ഹൈ പ്രോഫിറ്റ്. ഓക്കെ, ഈ ഹൈ റിസ്കിന്റെ കൂടെ എപ്പോഴും വരുന്നതാണ് ഹൈ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. വേറെ ഇവർക്ക് സ്റ്റഡി ഇൻകം ആയിരിക്കും. ഓക്കെ, ഇവർക്ക് എപ്പോഴും ഒരു സ്റ്റഡി ഇൻകം ആയിരിക്കും, അവർക്കൊന്നും പേടിക്കാനില്ല, എല്ലാ മാസവും കൃത്യമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. ഇനി അടുത്തത്, ഇയാൾ ഒരു ഇന്നോവേറ്റർ ആകണം, എങ്കിൽ മാത്രമേ ഇയാൾ ഒരു നല്ല ഓൺട്രപ്രന്യൂർ ആവുകയുള്ളൂ. ഹി ഷുഡ് ബി ആൻ ഇന്നോവേറ്റർ ആൻഡ് ഹി ഷുഡ് ബി എ ചേഞ്ച് ഏജന്റ്. ഓക്കെ, ചേഞ്ച് ഏജന്റ് ആസ് വെൽ ആസ് ആൻ ഇൻഫ്ലുവൻസർ. അതായത് ഇയാൾ മറ്റുള്ളവരെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കേപ്പബിലിറ്റി ഉള്ള ഒരാളായിരിക്കണം ഒരു ഓൺട്രപ്രന്യൂർ എന്ന് വെച്ചാൽ. വെറാസ് എ മാനേജർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഹീസ് ഓൺലി ആൻ എക്സിക്യൂട്ടർ. അയാൾ മറ്റുള്ള പറയുന്ന ആൾക്കാർ പറയുന്നതിനെ എക്സിക്യൂട്ട് ചെയ്താൽ മാത്രം മതി. ഓഫ് കോഴ്സ് ആൾക്ക് ചെറിയ ചെറിയ ചേഞ്ചസ് വരുത്താൻ സാധിക്കും, എങ്കിലും ആ മെയിൻ ബോസ് അല്ലെങ്കിൽ ആ കമ്പനി പറയുന്ന കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്താൽ മാത്രം മതിയാകും മാനേജർ. ഇതിൽ സ്റ്റേറ്റസിന് ഡിഫറൻസ് ഒന്നുമില്ല. ഞാൻ ജസ്റ്റ് ഈ ഒരു എക്സിക്യൂഷൻ ലെവൽ എന്താണ് ഡിഫറൻസ് എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇത് നമ്മൾ നോർമലി ജോബിൽ പ്രവേശിക്കുന്ന ഒരാളായിരിക്കും ഫൈനലി നമ്മുടെ പ്രൊമോഷനൊക്കെ കിട്ടി മാക്സിമം മാനേജർ ലെവലിൽ എത്തുന്ന ഒരാൾ ഈ ഒരു ടൈപ്പ് ഓഫ് ജോബ് ആയിരിക്കും എടുക്കുന്നത്. ഇത് ഹൈ റിസ്ക് ടേക്കിംഗ് ഇൻഡിവിജ്വൽസ് ആയിരിക്കും. ഓഫ് കോഴ്സ് ഡെഫിനറ്റ്ലി ഭയങ്കര ഹൈ റിസ്ക് ആണുള്ളത്. അത് എടുക്കുന്നത് വളരെ സൂക്ഷിച്ച് വേണം, ഹൈ പ്ലാനിങ്ങോട് കൂടി തന്നെ എടുക്കാൻ പാടുള്ളൂ. എങ്കിലും ഇയാൾക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനും അല്ലെങ്കിൽ ഇയാൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ്സിലൊക്കെ ഡിഫറൻസ് ഉണ്ടാവാനുള്ള നല്ല ചാൻസസ് ഉണ്ട്. ഓക്കെ, ഇനി അടുത്തത്, ഒരു ഓൺട്രപ്രന്യൂർ ആകാനുള്ള ക്വാളിഫിക്കേഷൻസ് അല്ലെങ്കിൽ അയാളുടെ ഗുഡ് ക്വാളിറ്റീസ് എന്തൊക്കെയാണ് ഒരു ഓൺട്രപ്രന്യൂർ ആവണമെങ്കിൽ? ഇപ്പോഴത്തെ ഇത്രയും നേരം കേട്ടതിൽ നിന്ന് തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നാമത്തേത്, ഇനിഷ്യേറ്റീവ് ഉണ്ടാകണം. അല്ലെ, അയാൾക്ക് പുതിയൊരു സാധനം ചെയ്യാനായിട്ട് ഇനിഷ്യേറ്റീവ് ഉണ്ടായാൽ മാത്രമേ അയാളൊരു ഓൺട്രപ്രന്യൂർ ആവുകയുള്ളൂ. ഇനിഷ്യേറ്റീവ് ഉണ്ടായാൽ മാത്രം മതിയോ? അതിനെ ആക്ട് ചെയ്യണം. അതാണ് രണ്ടാമത്തെ കാര്യം. He should act upon the opportunities. He act upon the opportunities. അതായത് ഒരു ഐഡിയ മനസ്സിലുണ്ട്, അത് മനസ്സിൽ കിടന്നാൽ മതിയോ? പോരാ. ആ ഐഡിയയെ ഡെവലപ്പ് ചെയ്ത് ഒരു കൃത്യമായ ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ അതിന് ആക്ട് ചെയ്ത് അത് പബ്ലിക്കിന്റെ ഫ്രണ്ടിൽ കൊണ്ടുവരിക, എങ്കിൽ മാത്രമേ അയാൾ ഒരു ഓൺട്രപ്രന്യൂർ ആവുകയുള്ളൂ. അടുത്തതാണ് പെർസിസ്റ്റൻസ്. പെർസിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയുള്ള തീവ്രമായ ആവശ്യം, അത് ഒരിക്കലും നിർത്താതെ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കണം. അതിനെയാണ് നമ്മൾ പെർസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. പിന്നെ കമ്മിറ്റ്മെന്റ്, അത് ചെയ്യാനുള്ള പെർസിസ്റ്റൻസ് ആൻഡ് കമ്മിറ്റ്മെന്റ്, അത് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ. സിൻസിയറിറ്റി, ഇതിനെയാണ് നമ്മൾ പെർസിസ്റ്റൻസ് ആൻഡ് കമ്മിറ്റ്മെന്റ് എന്ന് വിളിക്കുന്നത്. പിന്നെ എന്തൊരു കാര്യം ചെയ്യണമെങ്കിലും അത് ഹൈ ക്വാളിറ്റിയിൽ ഫോക്കസ് ചെയ്ത് ചെയ്യണം.
ഹൈ ക്വാളിറ്റിയിൽ ഫോക്കസ് ചെയ്ത് ചെയ്യണം, എങ്കിൽ മാത്രമേ അയാൾ സക്സസ്ഫുൾ ആവുകയുള്ളൂ. അടുത്തത്, ഹി ഷുഡ് ഹാവ് എ ഹൈ പ്ലാനിങ്. ഓക്കെ, സിസ്റ്റമാറ്റിക് പ്ലാനിങ്. സിസ്റ്റമാറ്റിക് പ്ലാനിങ്, നല്ല പ്ലാനിങ് ഉണ്ടെങ്കിൽ മാത്രമേ നേരത്തെ പറഞ്ഞ പോലെ റിസ്ക് ഒക്കെ ടേക്ക് ചെയ്യാൻ അയാൾക്ക് സാധിക്കുകയുള്ളൂ. Then he should have a high problem solving capabilities. Problem solving capabilities, അതായത് ഒരു ഓൺട്രപ്രന്യൂർ ആയി കഴിഞ്ഞാൽ, ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പ്രോബ്ലംസ് നമ്മുടെ ഫ്രണ്ടിൽ വരും. അപ്പോൾ ഓരോ പ്രോബ്ലവും കാണുമ്പോൾ പേടിച്ചോടാൻ നിൽക്കുന്നവർക്ക് ഒരിക്കലും ഒരു നല്ല ഓൺട്രപ്രന്യൂർ ആവാൻ സാധിക്കുകയില്ല. ഹി ഷുഡ് ഹാവ് എ പ്രോബ്ലം സോൾവിങ് കേപ്പബിലിറ്റീസ്. എന്ത് വന്നാലും അതിനെ സോൾവ് ചെയ്യും എന്നുള്ള ഒരു ധൈര്യം അയാൾക്ക് ഉണ്ടായിരിക്കണം. പിന്നെ വേണ്ട കുറേ വേറെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അസേർട്ടീവ്നെസ്, അയാൾ പറഞ്ഞാൽ അത് പറഞ്ഞതിൽ ചെയ്ത് തീർക്കുന്ന ആളായിരിക്കണം. പെർസുവേഷൻ, മറ്റൊരാളെ കമ്പൽ ചെയ്തൊരു കാര്യം ചെയ്യിക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം. മറ്റൊരാളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. പിന്നെ സ്വന്തം എംപ്ലോയീസിനോട് കമ്പാഷൻ, അതായത് അവരെ കുറിച്ചൊരു കെയർ ഉള്ള ഒരാളായിരിക്കണം. ഇങ്ങനെയൊക്കെ പല പല ക്വാളിറ്റീസ് ഉള്ള ഒരാൾ മാത്രമേ ഓൺട്രപ്രന്യൂർഷിപ്പ് സക്സസ്ഫുൾ ആവുകയുള്ളൂ. ഓക്കെ, സോ ഓൺട്രപ്രന്യൂർഷിപ്പ് സക്സസ്ഫുൾ ആകാനുള്ള ക്വാളിറ്റീസ് ആണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഇനി എന്തൊക്കെയാണ് ഡിഫറെന്റ് സ്റ്റെപ്സ് ഇൻവോൾവ്? നമ്മൾ തീരുമാനിച്ചു, ഓക്കെ, ഒരിക്കൽ തീരുമാനിച്ചു എന്ന് കരുതുക, ഓൺട്രപ്രന്യൂർഷിപ്പ് ആണ് എടുക്കാൻ പോകുന്നത്, ഞാൻ ജോലിയിലല്ല പ്രവേശിക്കുന്നത്, ഐ എം ഗോയിങ് ടു ബി ആൻ ഓൺട്രപ്രന്യൂർ എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം? അതിൽ ഒരുപാട് സ്റ്റെപ്സ് ഇൻവോൾവ് ആണ്. ഒരു ഐഡിയ ഉണ്ടായി കഴിഞ്ഞാൽ ആ ഐഡിയ ഇംപ്ലിമെന്റ് ചെയ്ത് അതിനെ ഒരു എന്റർപ്രൈസ് ആക്കി മാറ്റുന്നത് ഒരു ചെറിയ കാര്യമല്ല, അതൊരു വലിയ കാര്യമാണ്. അത് ചെയ്യേണ്ടതിന്റെ കുറച്ച് ആക്ടിവിറ്റീസ് ഞാനിവിടെ വിശദമായി പറഞ്ഞു തരാം. ഇതിൽ മാത്രമായിരിക്കില്ല, ഓരോന്നിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾ പുതിയ കാര്യങ്ങൾ കൂടി കണ്ടുപിടിക്കും. ബട്ട് സ്റ്റിൽ ഇത്രയും കാര്യങ്ങൾ മിനിമം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ആദ്യം നിങ്ങൾക്ക് വേണ്ടത് ഐഡിയ. ഒരു ഓൺട്രപ്രന്യൂർ ആവണമെങ്കിൽ ഒരു ഐഡിയ ഉണ്ടായേ മതിയാവുകയുള്ളൂ. എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് ഫസ്റ്റ് വൺ, ഐഡിയ. ഈ ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഐഡിയയെ കുറിച്ച് നിങ്ങൾ കുറച്ച് അനലൈസ് ചെയ്യുക. അനാലിസിസ്, ഇതിനെക്കുറിച്ച് അനലൈസ് ചെയ്യുക. അനാലിസിസ്, ഐഡിയയെ കുറിച്ച് മനസ്സിലാക്കുക. പലതരത്തിൽ അനലൈസ് ചെയ്ത് ബ്രെയിൻ സ്റ്റോം ചെയ്ത് ഏത് ഐഡിയ ആണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്ന് തീരുമാനിക്കുക. ഇത് തീരുമാനിക്കുന്നതിന് വേണ്ടി പല പല ടൂൾസ് അവൈലബിൾ ആണ്. നിങ്ങൾ അതിന് ട്രെയിനിങ്സ് എടുക്കണം. ചിലവർ അത് ട്രെയിനിങ്ങിന് പോകും. പിന്നെ നമ്മൾ SWOT അനാലിസിസ് എന്നുള്ള ഒരു സാധനം ചെയ്യും ഐഡിയ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിന്റെ സ്ട്രെങ്ത്, SWOT മീൻസ് SWOT സ്റ്റാൻഡ്സ് ഫോർ S ഫോർ സ്ട്രെങ്ത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. സ്ട്രെങ്ത്. W സ്റ്റാൻഡ്സ് ഫോർ വീക്ക്നെസ്, WEAKNESS. O ഫോർ ഓപ്പർച്യൂണിറ്റി ആൻഡ് T ഫോർ ത്രെറ്റ്. അതായത് ഈ ഐഡിയ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് സക്സസ്ഫുൾ ആകുമോ ഇല്ലേ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു അനാലിസിസ് ആണ് SWOT അനാലിസിസ്. ഈ ഐഡിയ, അതായത് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്തുള്ള സ്ട്രെങ്ത് എന്തൊക്കെയാണ്, എനിക്ക് ഇതിനുള്ള കഴിവുണ്ടോ, എനിക്കുണ്ടോ അതോ എൻ്റെ കൂടെയുള്ളവർക്കുണ്ടോ, എനിക്കിത് ചെയ്യാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടോ, ഇതൊക്കെയാണ് സ്ട്രെങ്ത്. വീക്ക്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കില്ലാത്ത കഴിവുകൾ, അല്ലെങ്കിൽ ഇതിന് എന്തൊക്കെ പ്രശ്നങ്ങളാണ് എനിക്കുള്ളത്, അത് നമ്മൾ മനസ്സിലാക്കണം. ഇല്ല എന്ന് വിചാരിച്ച ഒരു കാര്യത്തിന് പുറത്തിറങ്ങരുത്, അത് മനസ്സിലാക്കുന്നതിനെയാണ് വീക്ക്നെസ് എന്ന് പറയുന്നത്. ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഐഡിയ പുറത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് എടുക്കാൻ ആരെങ്കിലും ഉണ്ടോ, എനിക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടോ, പുറത്തേക്ക് നോക്കണം. അതായത് മാർക്കറ്റ് അനാലിസിസ് ആണ്. ഐഡിയ അനാലിസിസ് പോലെ തന്നെ വെരി ഇമ്പോർട്ടന്റ് ആണ് മാർക്കറ്റ് അനാലിസിസ്. ഓക്കെ, ഈ മാർക്കറ്റിൽ നോക്കണം ഇതുപോലെയുള്ള പ്രോഡക്ട്സ് വേറെ ഉണ്ടോ, ഞാൻ ഇറക്കാൻ പോകുന്ന പ്രോഡക്റ്റ് വേറെ ഉണ്ടോ, ഉണ്ടെങ്കിൽ അതെനിക്കൊരു ത്രെറ്റ് ആകും, ഇനി അഥവാ ഇല്ലെങ്കിൽ അതൊരു ഓപ്പർച്യൂണിറ്റി ആകും. പിന്നെ ഞാൻ ഉദ്ദേശിക്കുന്ന ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ് ഈ മാർക്കറ്റിൽ ഉണ്ടോ എങ്കിൽ അതൊരു ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പോൾ ഈ പല രീതിയിലുള്ള സാധനങ്ങൾ ഇങ്ങനെ ചെക്ക് ചെയ്യുന്നതിനെയാണ് SWOT അനാലിസിസ് എന്ന് പറയുന്നത്. സോ ഐഡിയ അനാലിസിസ് ചെയ്യുമ്പോൾ നമ്മൾ ട്രെയിനിങ് അണ്ടർഗോ ചെയ്യണം, SWOT അനാലിസിസ് ചെയ്യണം, മാർക്കറ്റ് അനാലിസിസ് ചെയ്യണം, റിസ്ക് അനാലിസിസ് ചെയ്യണം. അതായത് ഈ ഐഡിയ നമ്മൾ കൊണ്ടുവരുമ്പോൾ എന്തൊക്കെ റിസ്ക് നമ്മൾ അതിലെടുക്കണം എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം. റിസ്ക് ഉണ്ടാകും, പക്ഷെ അതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യാതിരിക്കുന്നത് മണ്ടത്തരമാണ്. റിസ്ക് ഉണ്ടെന്നുള്ള അറിവോടുകൂടി തന്നെ പ്രൊസീഡ് ചെയ്യുന്ന ആളാണ് ഒരു ഇന്റലിജന്റ് ആള്. ഇനി ഇത് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് നമുക്ക് പ്ലാനിങ്. നെക്സ്റ്റ് മേജർ സ്റ്റെപ്പ് ഈസ് പ്ലാനിങ്. ഈ പ്ലാനിങ്ങിന്റെ ഔട്ട്പുട്ട് ആയിരിക്കണം ഒരു പ്രോജക്ട് റിപ്പോർട്ട്. ഓക്കെ, ഇതുപോലെ ഒരു പ്രോജക്ട് റിപ്പോർട്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കണം. ഈ പ്രോജക്ട് റിപ്പോർട്ടിൽ എന്തൊക്കെ ഉണ്ടാവണം?
നമ്മൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അത് ചെയ്യാനുള്ള ലൊക്കേഷൻ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടോ, ഏത് മാർക്കറ്റിലാണ് നമ്മൾ ഇത് ഇറക്കാൻ പോകുന്നത്, പിന്നെ ഇതിന് വേണ്ട മെഷീനറീസ് എന്തൊക്കെയാണ്, ഈ മെഷീനറീസ് നമ്മുടെ കയ്യിലുണ്ടോ, ഇതിന് വേണ്ട ഫിനാൻഷ്യൽ പ്ലാനിങ്, നമുക്ക് ഇതിനുള്ള പൈസ കയ്യിലുണ്ടോ, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ പ്രോജക്ട് റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചിരിക്കണം. ഇനി പ്രോജക്ട് റിപ്പോർട്ടും ഇനീഷ്യൽ അനാലിസിസും കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ ചെയ്യേണ്ടതാണ് ലീഗൽ ഫോർമാലിറ്റീസ്. ഇത് പ്രൊസീഡ് ചെയ്യുകയാണെങ്കിൽ ലീഗൽ ഫോർമാലിറ്റീസിലേക്ക് നമ്മൾ പോകണം. അതായത് ഒരു കമ്പനിയായിട്ട് അത് രജിസ്റ്റർ ചെയ്യണം, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ പാർട്ട്ണർഷിപ്പ് ആയിട്ടൊക്കെ രജിസ്റ്റർ ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള പല പല ഫോർമാലിറ്റീസ് നമ്മൾ ചെയ്യണം. ലീഗൽ ഫോർമാലിറ്റീസിന്റെ ഒപ്പത്തിനൊപ്പം നമ്മൾ ചെയ്യേണ്ടതാണ് ഫിനാൻസിങ്. അതായത് ഈ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമുക്കുള്ള പൈസ എവിടുന്ന് കിട്ടും, അത് നമ്മൾ ലോൺ എടുക്കുകയാണോ, ആരെങ്കിലും നമുക്ക് തരുമോ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ തന്നെ പൈസ ഉണ്ടോ, അതാണ് ഫിനാൻസിങ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ്, ഇതെല്ലാം റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് എന്തൊക്കെ വേണം? നമുക്ക് വേണ്ടത് റോ മെറ്റീരിയൽസ്. എന്താണോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അതിന്റെ റോ മെറ്റീരിയൽസ്, അത് നമ്പർ 1. പിന്നെ നമുക്ക് അതിന് ലേബർ, ആൾക്കാർ, എംപ്ലോയീസ് ഉണ്ടോ, ലേബർ ഉണ്ടോ. മൂന്നാമത്തത് നമുക്ക് അതിന് ലൊക്കേഷൻ ഉണ്ടോ, സ്ഥലം നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടോ. നാലാമത്തേത് അതിനുള്ള പവറും അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഉണ്ടോ, പവർ, വാട്ടർ കണക്ഷൻസ്, അങ്ങനത്തെ സാധനങ്ങളുണ്ടോ. ഇതെല്ലാം എൻഷുർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പാണ്, ലാസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദിസ് തിങ് ഈസ് പ്രൊഡക്ഷൻ. ഇതിനെയാണ് ആക്ച്വലി നമ്മൾ ഐഡിയ മെറ്റീരിയലൈസ് ചെയ്യുന്നു എന്ന് പറയുന്നത്. ഈ പ്രൊഡക്ഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുന്നതോടുകൂടി നമ്മൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഇതിന്റെ മാർക്കറ്റിംഗ്, വെരി ഇമ്പോർട്ടന്റ്. ഈ പ്രൊഡക്ഷൻ ചെയ്താൽ മാത്രം പോരാ, ഈ പ്രോഡക്റ്റ് നമ്മൾ നന്നായി മാർക്കറ്റ് ചെയ്തിരിക്കണം. മാർക്കറ്റിംഗ് ഈ സമയം തൊട്ടേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഈ മാർക്കറ്റ് അനാലിസിസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ടേ ഇതിന്റെ മാർക്കറ്റിംഗ് എങ്ങനെ വേണമെന്ന് പ്ലാൻ ചെയ്ത് പതിയെ മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ എത്തുമ്പോഴത്തേക്കും നല്ല രീതിയിൽ മാർക്കറ്റിംഗ് റെഡി ആയിരിക്കണം. രണ്ടാമത്തെ കാര്യമാണ് ക്വാളിറ്റി അഷ്യൂറൻസ്. എന്ത് സാധനം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നോ അത് ഹൈ ക്വാളിറ്റി ആയിരിക്കണം. അത് സർവീസ് എന്നോ പ്രൊഡക്റ്റ് എന്നോ എന്നൊന്നുമില്ല, അതിനെല്ലാം ഹൈ ക്വാളിറ്റി ആയിരിക്കണം. എങ്കിൽ മാത്രമേ കസ്റ്റമേഴ്സിന് നമുക്ക് കിട്ടുകയുള്ളൂ. സോ ഇത്രയും റെഡി ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ഓൺട്രപ്രനർഷിപ്പ് സ്റ്റാർട്ട് ചെയ്തു എന്ന് തന്നെ പറയാം. പിന്നെ ഈ സൈക്കിൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. നിങ്ങൾ ആ പ്രോഡക്റ്റിൽ പുതിയ വേരിയേഷൻസ് ഇറക്കുകയോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ പുതിയ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഈ ഫിനാൻസിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു, ഹെൽപ്പ് നമുക്ക് ഇപ്പൊ ഗവൺമെന്റ് ഒക്കെ ഒരുപാട് ഹെൽപ്പുകൾ ചെയ്യുന്നുണ്ട് ഓൺട്രപ്രനർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ബിക്കോസ് നമ്മൾ ഒരു പുരോഗതിയിലേക്കുള്ള പാതയിലാണല്ലോ പോകുന്നത്. അപ്പോൾ ലോട്ട് ഓഫ് ഹെൽപ്പ് ഇസ് ഗിവൺ ബൈ ദ ഗവൺമെന്റ്. അങ്ങനെയുള്ള ഗവൺമെന്റ് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ഏജൻസീസിന്റെ പേര് ഞാൻ പറയാം. ഇത് നോട്ട് ചെയ്ത് വെക്കണം, നിങ്ങൾക്ക് ഭാവിയിൽ യൂസും വരും, എക്സാമിനും യൂസ്ഫുൾ ആയിരിക്കും. ഒന്നാമത്തേത് ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രീസ് സെന്റർ. ഇത് ഡിസ്ട്രിക്ട് ലെവലിൽ ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രീസ് സെന്റർ. ഇത് നിങ്ങൾക്ക് ഡിസ്ട്രിക്ട് ലെവലില് ടൈനി കോട്ടേജ് വില്ലേജ് ഇൻഡസ്ട്രീസ് ഇതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഡിസ്ട്രിക്ട് ലെവലിലുള്ള ഒരു ഓർഗനൈസേഷൻ ആണ്. ഇവരുടെ അടുത്താണ് ആദ്യം നമ്മൾ ഫിനാൻഷ്യൽ ഹെൽപ്പ് വേണമെങ്കിൽ അപ്രോച്ച് ചെയ്യുന്നത്. എല്ലാ വില്ലേജിലും കാണും ഒരു ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെന്റർ. അടുത്തത് സ്മോൾ ഇൻഡസ്ട്രീസ് സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇതാണ് സ്റ്റേറ്റ് ലെവലിലുള്ള കൺസൾട്ടൻസി ആൻഡ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് സ്മോൾ ഇൻഡസ്ട്രീസ് സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അടുത്തത് സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ, സിഡോ, സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ. ദിസ് ഇസ് ദ അപ്പെക്സ് ബോഡി അറ്റ് ദ സെന്റർ ലെവലിലുള്ള അപ്പെക്സ് ബോഡിയാണ്. ഇത് സ്റ്റേറ്റ്, ഇത് ഡിസ്ട്രിക്ട്. ഓക്കെ, ഈ അപ്പെക്സ് ബോഡിയാണ് പോളിസീസും പ്രോഗ്രാംസും ഒക്കെ ഫോർമുലേറ്റ് ചെയ്യുന്ന ബോഡി. അടുത്തത് നാഷണൽ സ്മോൾ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ, NSIC. ഇതും നാഷണൽ ലെവലിലുള്ളതാണ്. ഇത് നമുക്ക് എന്തെങ്കിലും കാരണവശാൽ മെഷീനറി റിക്വയർമെന്റ്സോ അല്ലെങ്കിൽ എക്യുപ്മെന്റ്സോ മറ്റെന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബോഡിയാണ് നാഷണൽ സ്മോൾ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ. ആൻഡ് ദ ലാസ്റ്റ് വൺ, സ്വീഡിഷ് ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് ഏജൻസി, സിഡ, സ്വീഡിഷ് ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് ഏജൻസി. അറ്റ് ഇന്റർനാഷണൽ ലെവലാണ്. അത് പോവർട്ടിനെ മാറ്റാനായിട്ട്, അതായത് ദാരിദ്ര്യം ഒഴിവാക്കാനായിട്ട് ഇന്റർനാഷണൽ ലെവലിൽ ഉള്ള ഒരു ബോഡിയാണ്. ഇതിലൊക്കെ ഹെൽപ്പ് കിട്ടിയില്ലെങ്കിൽ ഇവരെ ഹെൽപ്പിന് വേണ്ടി അപ്രോച്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെക്കുക. ഇനി
ഒരു വൺ ലാസ്റ്റ് ടോപ്പിക്കും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൺടർപ്രന്യൂർഷിപ്പിന്റെ ബേസിക് ഇൻഫർമേഷൻ ഇവിടെ തീരും. സോ നിങ്ങൾ ഇപ്പോൾ ഒരു ഓൺടർപ്രന്യൂർഷിപ്പിന്റെ സ്റ്റെപ്സ് എല്ലാം കണ്ടു. എങ്ങനെ നിങ്ങൾ ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യണമെന്നോ അല്ലെങ്കിൽ എങ്ങനെ ഒരു പുതിയ സംരംഭം നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നോ എന്നുള്ളതൊക്കെ നമ്മളിവിടെ സംസാരിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി നിങ്ങൾക്ക് അടുത്തത് അറിയാനുള്ളത്, നിങ്ങളൊരു സാധനം ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റിന്റെ ലൈഫ് സൈക്കിൾ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. നിങ്ങൾ ആ ലൈഫ് സൈക്കിൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഓക്കെ, ഇത് ടൈം ആണെന്ന് വിചാരിക്കും. ഗ്രാഫിൽ ഞാൻ പ്ലോട്ട് ചെയ്യാൻ പോവാണ്. ഇത് ടൈം ആണെന്ന് വിചാരിക്കും. ടൈം ഇൻ മന്ത്സ് അല്ലെങ്കിൽ ടൈം ഇൻ ഇയേഴ്സ് ആണെന്ന് വിചാരിക്കും. ഇത് നിങ്ങളുടെ സെയിൽസ് ആണെന്ന് വിചാരിക്കും. ഓക്കെ, സെയിൽസ് ഇൻ റുപ്പീസ്. ഓക്കെ, ഇന്ത്യൻ റുപ്പീസിൽ എത്രത്തോളം സെയിൽസ് നിങ്ങൾക്ക്. നിങ്ങൾ ആദ്യം ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ ഒരു കാഡ്ബറീസ് ചോക്ലേറ്റ്, കാഡ്ബറീസ് അല്ല, നിങ്ങളുടെ ഒരു പുതിയ ചോക്ലേറ്റ്, കാഡ്ബറീസ് ഓൾറെഡി മാർക്കറ്റിലുള്ള ഒരു ചോക്ലേറ്റ് ആണ്, ഒരു പുതിയ ചോക്ലേറ്റ് ലോഞ്ച് ചെയ്യണം. അത് ലോഞ്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇതേ തന്നെ നിങ്ങൾക്ക് എന്തായാലും 0 ആയിരിക്കുമല്ലോ സെയിൽ. അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഈ 0 സ്റ്റാർട്ട് ചെയ്ത് ഇനീഷ്യൽ ഫേസിൽ നിങ്ങളെ പ്രോഡക്റ്റ് വളരെ പതുക്കെ ആയിരിക്കും അത് ക്യാച്ചപ്പ് ചെയ്യുന്നത്. സെയിൽ വളരെ പതുക്കെ ആയിരിക്കും ക്യാച്ചപ്പ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ ഒരു ഗ്രോത്ത് ഫേസിൽ വരും. അതായത് നിങ്ങൾ മാർക്കറ്റിംഗ് ഇവിടെ വരെ ആകുമ്പോഴത്തേക്ക് നിങ്ങളുടെ മാർക്കറ്റിംഗ് ഒക്കെ പച്ച പിടിക്കും. അപ്പോഴേക്കും കൂടുതൽ കസ്റ്റമേഴ്സ് കിട്ടും. ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ് ആണെങ്കിൽ നിങ്ങൾ സക്സസ് ആവും. അങ്ങനെ ആകുമ്പോഴത്തേക്ക് നിങ്ങളുടെ സെയിൽസ് ഇവിടെ കൂടി വരും. ഇതിനെ നിങ്ങൾ ഗ്രോത്ത് ഫേസ് എന്ന് വിളിക്കും. ആൻഡ് ദെൻ there will be a stable phase. Okay, there will be a stable phase. Okay, അതിനെ നമ്മൾ മെച്യൂരിറ്റി ഫേസ് എന്ന് വിളിക്കും. അതായത് നിങ്ങളുടെ സെയിൽസിൽ വലിയ വ്യത്യാസം ഉണ്ടാവില്ല, ഏകദേശം ഒരേ സെയിൽസിൽ തന്നെ നിൽക്കും. And then finally, after some time, കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ there will be a decline also. ഇത് പലരും പ്രതീക്ഷിക്കാറില്ല. ഓൾമോസ്റ്റ് എല്ലാ പ്രോഡക്ട്സിലും ഒരു ഡിക്ലൈൻ ഫേസ് ഉണ്ടാവാറുണ്ട്. അത് നമ്മൾ പ്രതീക്ഷിക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ ഫേസ്. ഇത് നമ്മുടെ ഗ്രോത്ത് ഫേസ്. ഇത് നമ്മുടെ മെച്യൂരിറ്റി ഫേസ്. ആൻഡ് ഇത് നമ്മുടെ ഡിക്ലൈൻ ഫേസ്. DECLINE, decline phase. Okay, so ഈ ഒരു ഫ്ലോ ചാർട്ട്, ഈ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ എല്ലാ പ്രോഡക്ട്സിനും എല്ലാ സർവീസസിനും ആപ്ലിക്കബിൾ ആണ്. ഇത് ചിലവർക്കൊക്കെ ഈ മെച്യൂരിറ്റി ഫേസ് ഇറ്റ് ലോങ്ങേജ് ഫോർ എ ലോങ്ങർ പീരീഡ്, അത്രേ ഉള്ളൂ. അതായത് ചിലവർക്കൊക്കെ അത് ഒരു വർഷം കഴിയുമ്പോൾ ഡിക്ലൈൻ ആവും, ചിലവർക്കൊക്കെ അത് വർഷങ്ങളോളം നിൽക്കും, പക്ഷെ പിന്നീട് എന്തെങ്കിലും അതിനൊരു ഡിക്ലൈൻ ഉണ്ടാകും. സോ ഈ 4 ഫേസസും എല്ലാ പ്രോഡക്ട്സിനും ഉണ്ടാകും. ഇതും വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്, നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, and finally 4 P's of marketing എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. 4 P's of marketing. പ്രോഡക്റ്റ് ഒന്നാമത്തെ P ആണ് പ്രോഡക്റ്റ്, രണ്ടാമത്തെ P ആണ് പ്ലേസ്, മൂന്നാമത്തെ P ആണ് പ്രൈസ്, ആൻഡ് നാലാമത്തെ P ആണ് പ്രൊമോഷൻ. ഇതെന്താണെന്ന് മനസ്സിലാക്കി വെക്കണം ഓൺടർപ്രന്യൂർ ആവാൻ പ്ലാൻ ഉണ്ടെങ്കിൽ. പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പ്രോഡക്റ്റ് ആണോ പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത് അതിന്റെ ഫീച്ചേഴ്സിനെയാണ് നമ്മൾ പ്രോഡക്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഈവൻ ഒരു സിമ്പിൾ ചോക്ലേറ്റിന്റെ കാര്യമാണെങ്കിൽ പോലും വാട്ട് മേക്സ് ഇറ്റ് ഡിഫറെന്റ്, എന്താണ് അതിന്റെ പ്രത്യേകത, ബാക്കിയുള്ള n നമ്പർ ഓഫ് ചോക്ലേറ്റ്സ് മാർക്കറ്റിലുണ്ട്, അതിൽ നിന്നും നിങ്ങളുടെ പ്രോഡക്റ്റിനെ വ്യത്യസ്തമാക്കുന്നത് എന്താണ്, അത് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു സക്സസ് അവിടെ സാധിക്കുകയുള്ളൂ. കാരണം ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷനിൽ ആ പ്രോഡക്റ്റിൽ എന്താണ് ഡിഫറെന്റ് ആയിട്ടുള്ളത്, അതിൽ എന്താണ് പ്രത്യേകത എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തേത് പ്ലേസ്. നിങ്ങൾ എവിടെയാണ് ഇതിനെ ഇറക്കാൻ പോകുന്നത്? ഇപ്പോൾ ഒരുപാട് ചോക്ലേറ്റ്സ് ഉള്ള ഒരു മാർക്കറ്റാണ്, എന്നാൽ അവിടെ അധികം കുട്ടികളുടെ പോപ്പുലേഷൻ ഇല്ല, എല്ലാം പ്രായമായവർ മാത്രമുള്ള ഒരു സ്ഥലമാണെങ്കിൽ അവിടെ നിങ്ങൾ ഒരു ചോക്ലേറ്റ് ഇറക്കിയത് കൊണ്ട് നിങ്ങൾക്ക് യാതൊരു ഉപയോഗം ഉണ്ടാവാൻ പോണില്ല. അവിടെ മാർക്കറ്റ് നിങ്ങളുടെ ഡൾ മാർക്കറ്റാണ്. സോ ദർ ഇസ് നോ യൂസ് ദർ. അപ്പൊ നിങ്ങൾ ആ പ്ലേസ് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം ബിഫോർ യു ലോഞ്ച് എനി പ്രോഡക്റ്റ്. അതാണ് പ്ലേസ്. മൂന്നാമത്തെ പ്രൈസ്. ഈ പ്രൈസിങ് സ്ട്രാറ്റജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ പലപ്പോഴും കണ്ടിരിക്കും ചില പ്രോഡക്ട്സിന്റെ ഒക്കെ, പ്രത്യേകിച്ച് ബാറ്റയുടെ പ്രോഡക്ട്സ് ഒക്കെ നിങ്ങൾ കണ്ടിരുന്നു, എപ്പോഴും 399, 699, 999 ഒക്കെ ആയിരിക്കും അവരുടെ പ്രൈസ്, അല്ലേ?
അപ്പോൾ അത് കസ്റ്റമേഴ്സിൽ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കും. ഓക്കെ, ഇത് 1000 രൂപ ഇല്ലല്ലോ, 999 രൂപയല്ലേ ഉള്ളൂ എന്ന്. അതുപോലെയുള്ള ടാക്ടിക്സ് പ്രൈസിങ്ങിൽ നമ്മൾ കൊണ്ടുവരണം. അതിനെയാണ് പ്രൈസിങ് എന്ന് പറയുന്നത്. അതായത് ഒരു പുതിയ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ, ഇപ്പൊ നിങ്ങൾ നാനോ കാറിന്റെ അഡ്വർടൈസ്മെന്റ് ഇത് തുടക്കത്തിൽ ശ്രദ്ധിച്ചുണ്ടാവണം. അതിന്റെ അഡ്വർടൈസ്മെന്റ് എന്തായിരുന്നു? 1 ലക്ഷം രൂപയ്ക്ക് ഒരു കാർ എന്നായിരുന്നു ആ നാനോ കാറിന്റെ ഫുൾ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. അപ്പോൾ ആൾക്കാരെല്ലാം അതിനു വേണ്ടി ബുക്ക് ചെയ്തു. അവർക്ക് ബുക്കിംഗ് 6 മാസത്തേക്ക് ബുക്കിംഗ് ഫുള്ളായിരുന്നു അത് ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് തന്നെ. അപ്പോൾ അതൊരു പ്രൈസിങ് സ്ട്രാറ്റജിയാണ്. അത്രയ്ക്കും കുറച്ച് ആദ്യമേ ലോഞ്ച് ചെയ്യാം. ചിലവർ അങ്ങനെയല്ല, ചിലവർ ഹൈ എൻഡ് പ്രൈസിൽ ലോഞ്ച് ചെയ്യും. അവർക്ക് ഹൈ എൻഡ് കസ്റ്റമേഴ്സ് മാത്രം മതിയെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ പ്രൈസിങ് സ്ട്രാറ്റജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മാർക്കറ്റിങ്ങിന്. ആൻഡ് ഫോർത്ത് വൺ ഇസ് പ്രൊമോഷൻ സ്ട്രാറ്റജീസ്. അതായത് നിങ്ങൾ എങ്ങനെയൊക്കെയാണ് ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ന്യൂസ് പേപ്പർ വഴി ആഡ് കൊടുക്കുകയാണോ, വിഷ്വൽ മീഡിയയിൽ നിങ്ങൾ അഡ്വർടൈസ്മെന്റ് കൊടുക്കുകയാണോ ചെയ്യുന്നത്, അതോ നിങ്ങൾ വേർഡ് ഓഫ് മൗത്ത് ആൾക്കാർ പറഞ്ഞിട്ടുള്ള പബ്ലിസിറ്റി മാത്രം മതിയോ? അങ്ങനെ പലതരത്തിലുള്ള പ്രൊമോഷൻ സ്ട്രാറ്റജി ഉണ്ട്. ഡയറക്റ്റ് സെയിൽസ്, വീടുകളിൽ ചെന്ന് സെയിൽസ് ചെയ്യുന്ന സ്ട്രാറ്റജി ഉണ്ട്. അതാണോ ഉദ്ദേശിക്കുന്നത്? അതിനെയാണ് നമ്മൾ പ്രൊമോഷൻ സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ മാർക്കറ്റിംഗ് നമുക്ക് സക്സസ്ഫുൾ ആവുകയുള്ളൂ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതോടുകൂടി തീരുന്നില്ല. ആ പ്രോഡക്റ്റിനെ വീണ്ടും വീണ്ടും മാർക്കറ്റ് ചെയ്ത് അതിനെ സക്സസ്ഫുൾ ആക്കി അതിന്റെ മെച്യൂരിറ്റി ഫേസിൽ കൂടുതൽ സമയത്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഒരു സക്സസ്ഫുൾ ഓൺട്രപ്രനർഷിപ്പിന്റെ ലക്ഷ്യം. സോ വിത്ത് ദാറ്റ് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ തീരുന്നു. ഐ വിഷ് ഓൾ ഓഫ് യു ബിക്കം സക്സസ്ഫുൾ ഓൺട്രപ്രന്യേഴ്സ് ഓർ അതർവൈസ് എംപ്ലോയീസ്. ബോത്ത് ആർ ഗുഡ്. രണ്ടും നല്ലതാണ്. എന്തായാലും ഓൺട്രപ്രന്യർഷിപ്പിൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു സോ മച്ച്.